നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. പ്രിയെ പോലെ ഒരാൾ ഇങ്ങനെ ഒരു ആശുപത്രിയിൽ ഉണ്ടെന്ന് വിവരം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ അന്വേഷിക്കുകയും കണ്ടെത്തുകയും ചെയ്തത്. ഏതോ ഒരു വലിയ വീഴ്ചയിൽ പറ്റിയ ആഘാതത്തിലാണ് ഇവർക്കിത് വന്നതെന്നാണ് ഡോക്ടറുടെ അഭിപ്രായം. ഇവർ ചികിത്സയ്ക്കായി പ്രവേശിക്കപ്പെട്ട ആശുപത്രിയുടെയും ഡോക്ടറുടെയും വിശദ വിവരങ്ങൾ ഞാൻ കോടതി മുമ്പാകെ സമർപ്പിച്ചിട്ടുണ്ട്. കൊല്ലപ്പെട്ടുവെന്ന് ശ്രീമതി മഹേശ്വരി അമ്മ കോടതിയെ ബോധിപ്പിച്ച ആളെ തന്നെ കോടതിയിൽ നേരിട്ട് ഹാജരാക്കിയതിനാൽ പൂജയുടെ മേൽ ആരോപിക്കപ്പെട്ട കുറ്റം അസാധുവായി കഴിഞ്ഞിരിക്കുന്നു. ആയതിനാൽ പൂജയെ പൂർണ്ണമായും കുറ്റവിമുക്തയാക്കുവാനും സാക്ഷി മരിച്ച ദിവസത്തെ യഥാർത്ഥ സംഭവങ്ങൾ പ്രിയയ്ക്കായിരിക്കും കൂടുതൽ അറിയാൻ കഴിയുക എന്നതിനാൽ അവർക്ക് പൂർണ്ണമായും ഭേദമാകുന്നതുവരെ ഇവരെ ഞാനും പൂജയുമുള്ള വീട്ടിലേക്ക് തന്നെ കൊണ്ടുപോയി ശുശ്രൂഷിക്കുവാനും കോടതി അനുവദിക്കണമെന്ന് താഴ്മയെ അപേക്ഷിക്കുന്നു. യുവർ ഓണർ, കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞ് എല്ലാവരും പറഞ്ഞു പരത്തിയ എന്റെ മകളാണ് കോടതി മുമ്പാകെ ജീവനോടെ ഇരിക്കുന്നത്. ഈ അവസ്ഥയിൽ ഇവക്ക് കൂടുതൽ ശ്രദ്ധയും ചികിത്സയും ആവശ്യമുണ്ട്. ഇവളെ അച്ഛനെന്നുള്ള നിലയിൽ എന്നോടൊപ്പം അയക്കണമെന്നും കൂടുതൽ വിദഗ്ധമായിട്ടുള്ള ചികിത്സയ്ക്ക് അവസരമൊരുക്കാൻ അനുവദിക്കണമെന്നും ഞാൻ കോടതിയോട് അപേക്ഷിക്കുന്നു. യുവർ ഓണർ, സാക്ഷി കൊലക്കേസുമായിട്ട് ബന്ധപ്പെട്ട് ശ്രീമതി അരുണിമ ഇപ്പോഴും ജയിലിലാണ്. ആ കേസിൽ ക്രൈം സീനിലുണ്ടായിരുന്ന 3 പേരിൽ ഒരാളാണ് പ്രിയ. അരുണിമയ്ക്ക് വേണ്ടി കേസ് വാദിക്കുന്നത് ഞാൻ തന്നെയാണ്. ആ കേസിലെ നിർണായക വിവരങ്ങൾ അറിയാവുന്ന ആളാണ് പ്രിയ. ആയതിനാൽ പ്രിയയുടെ അസുഖം മാറി എന്താണ് ഇവരുടെ മൊഴി എന്ന് രേഖപ്പെടുത്തും വരെ ഇതുവരെ കഴിഞ്ഞ പോലെ പ്രിയ ഞങ്ങളോടൊപ്പം തന്നെ കഴിയണം. സ്വന്തം വീട് തന്നെയാണല്ലോ അതും. അന്നത്തെ രാത്രിയിലെ സത്യം അറിയുന്ന ഒരേ ഒരാൾ പ്രിയ മാത്രമാണ്. അവരുടെ അസുഖം മാറിയാലേ പോലീസിന് മൊഴിയെടുക്കാൻ സാധിക്കും. പ്രിയ കൊല്ലപ്പെട്ടു എന്ന കേസ് ഇവരെ കോടതി മുമ്പാകെ ഹാജരാക്കിയതോടെ അസാധുവായി തീർന്നിരിക്കുന്നു. അതിനാൽ ഈ നിമിഷം മുതൽ ശ്രീമതി പൂജയെ കുറ്റവിമുക്തയാക്കിയിരിക്കുന്നു. പോലീസിന് പോലും പിടിക്കാൻ കഴിയാതിരുന്ന പ്രിയയെ തന്റേതായ രീതിയിൽ അന്വേഷിക്കുകയും കണ്ടെത്തുകയും ചെയ്ത അർജുൻ കോടതിയുടെ പ്രശംസ അർഹിക്കുന്നു. അർജുൻ ആവശ്യപ്പെട്ടതുപോലെ പ്രിയ അർജുനും കുടുംബവും താമസിക്കുന്ന പ്രിയയുടെ കൂടെ വീടായ അവരുടെ വീട്ടിൽ തന്നെ കഴിയേണ്ടതാണെന്നും അസുഖത്തിന്റെ പുരോഗതി അർജുൻ കോടതിയെ ബോധ്യപ്പെടുത്തേണ്ടതാണെന്നും ഈ കോടതി അറിയിക്കുന്നു. ഈ കേസിൽ പ്രിയയെ ഹാജരാക്കും മുമ്പ് അർജുൻ നടത്തിയ വിചാരണ പൂജയുടെ കുറ്റവിമുക്തിക്ക് ആവശ്യമില്ലാത്തതാണെങ്കിലും കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാനും മനഃപൂർവ്വം പക തീർക്കാനുമായി മനുഷ്യർ നടത്തുന്ന കുടില ശ്രമങ്ങളെ കൂടി പുറത്തു കൊണ്ടുവന്നിരിക്കുന്നു. ശ്രീമതി മഹേശ്വരിയമ്മേ, ഈ പ്രായത്തിൽ ഇങ്ങനെ നുണ പറഞ്ഞ് കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? നിങ്ങൾക്കെതിരെ പൂജ ഒരു കേസ് ഫയൽ ചെയ്താൽ ആ നിമിഷം നിങ്ങളെ അറസ്റ്റ് ചെയ്യാം. അതറിയൂ. അയ്യോ, അങ്ങനൊന്നും വേണ്ട. എനിക്ക് അങ്ങനൊരു പരാതി ഇല്ല സർ. യുവർ ഓണർ, അടിസ്ഥാനപരമായി തെറ്റ് ചെയ്യാനുള്ള മനോഭാവമോ വാസനയുള്ള ഒരാളല്ല ശ്രീമതി മഹേശ്വരി അമ്മ. ഇവർ താമസിക്കുന്ന തറവാടിന്റെ നെടുന്തൂൺ മഹേശ്വരി അമ്മ തന്നെയാണ്. പ്രിയ എന്നു മുതൽ ആ വീട്ടിൽ വന്നുവോ അന്നു മുതലാണ് മഹേശ്വരി അമ്മയുടെ സ്വഭാവത്തിൽ മാറ്റം വന്നു തുടങ്ങിയത്. അതിന് കാരണം പ്രിയ അവരുടെ പേരക്കുട്ടിയാണെന്നുള്ള തോന്നലും. ആ തോന്നൽ ഉടനെ മാറിക്കോളും. എന്നാലും ഈ കാര്യത്തില് എന്റെ കക്ഷിയോ അവരുടെ ഭർത്താവ് എന്ന സ്ഥാനത്ത് നിൽക്കുന്ന ഞാനോ ശ്രീമതി മഹേശ്വരി അമ്മയ്ക്കെതിരെ പരാതി നൽകുന്നില്ല. അവരെ വെറുതെ വിടണം. മഹേശ്വരി അമ്മ, ഇവരിങ്ങനെ പറഞ്ഞത് നിങ്ങളുടെ ഭാഗ്യം. മനസ്സിലായല്ലോ? ആ ഭാഗ്യം എനിക്ക് വേണ്ട സാറേ.
ഞാൻ ചെയ്ത കുറ്റം ശിക്ഷ അർഹിക്കുന്നതാണെങ്കിൽ അത് നടക്കട്ടെ. നിങ്ങൾ കോടതിയുടെ മുമ്പിലാണ് സംസാരിക്കുന്നതെന്ന് ഓർമ്മ വേണം. അറിയാം സാറേ, ഞാൻ നുണ പറഞ്ഞു എന്നാണല്ലോ കോടതിയുടെ കണ്ടെത്തല്. അതിനുള്ള ശിക്ഷ ഞാൻ അനുഭവിച്ചോളാം. എന്നാലും ഇവരുടെ ഔദാര്യം എനിക്ക് വേണ്ട. അച്ഛമ്മേ, ശ്രീമതി മഹേശ്വരി അമ്മ, കോടതിയിൽ അങ്ങനെ വേണം വിളിക്കാൻ. അച്ഛമ്മ എന്തിനാ വെറുതെ? ഇത്രയും കാലം മഹേശ്വരി അഭിമാനത്തോടെ ജീവിച്ചിട്ടുള്ളൂ. ഇവരുടെ ഔദാര്യത്തിന് വേണ്ടി തലകുനിക്കാൻ ഞാൻ തയ്യാറല്ല. ശ്രീമതി മഹേശ്വരി അമ്മയുടെ പ്രായത്തെ മാനിച്ചും അവരുടെ മൊഴി കാരണം ജയിലിൽ കിടക്കേണ്ടി വന്ന പൂജയ്ക്ക് പരാതിയില്ലാത്തതിനാലും ഇവരെ വെറുതെ വിടാവുന്നതാണെങ്കിലും കോടതിയുടെ മുമ്പിലുള്ള പെരുമാറ്റവും രീതിയും ശിക്ഷ അർഹിക്കുന്നു. അതിനാൽ ഒരു മാപ്പെഴുതി കോടതിയിൽ സമർപ്പിച്ചതിന് ശേഷം ഇവർക്ക് പോകാവുന്നതാണ്. അതിന് തയ്യാറല്ലാത്ത പക്ഷം നല്ല നടപ്പിനായി 3 ദിവസത്തെ വെറും തടവ് ശിക്ഷ ഇവർക്ക് കോടതി വിധിക്കുന്നു. The court is adjourned. അച്ഛമ്മേ, അച്ഛമ്മേ, കോടതി കൂടും മുമ്പ് മാപ്പ് എഴുതി കൊടുത്താൽ മതി. എനിക്കും അജുവേട്ടനൊന്നും അച്ഛമ്മയുടെ ഒരു വിരോധവും ഇല്ല. അമ്മയ്ക്ക് അങ്ങനെ നിങ്ങളുടെ ഒന്നും ഔദാര്യം വേണ്ടെന്നല്ലേ കോടതി പറഞ്ഞത്? പിന്നെന്തിനാ നീ ഇങ്ങനെ പിന്നാലെ നടക്കുന്നത്? അമ്മേ, കോടതിയിൽ മാപ്പെഴുതി കൊടുക്കുന്നതുകൊണ്ട് ഒരു വിരോധവും ഇല്ല. പക്ഷെ അത് ഇവരോടുള്ള തോൽവിയാണെന്ന് അമ്മ വിചാരിക്കാൻ വേണ്ട. 2 ദിവസത്തേക്കാണെങ്കിലും അവിടെ പോയി മൂട്ടകടിയും കൊതുകടിയൊക്കെ സഹിച്ച് അത് വേണം അമ്മേ. വേണം. ഇവരെന്നോട് ചെയ്ത പാതകത്തിന്റെ വേദന എനിക്ക് അനുഭവിച്ചു തന്നെ തീർക്കണം. അച്ഛമ്മ, ഒരിക്കലും ഉണങ്ങാത്ത മുറിവായിട്ട് അതെന്റെ മനസ്സിൽ എന്നും വേണം. അതിന് ഞാൻ ഈ ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം. തെറ്റ് ചെയ്തവർ ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം. എന്റെ തെറ്റിനുള്ള ശിക്ഷ ആരും ഇടപെട്ട് കുറച്ചു തരണ്ട. പക്ഷേ ഒന്നുണ്ട്, കോടതിയിൽ കേസ് അവസാനിച്ചതുകൊണ്ട് മഹേശ്വരി എല്ലാം മറന്നൊന്ന് ആരും വിചാരിക്കണ്ട. മധു, നീ അനുമോളെ കൊണ്ട് വീട്ടിലേക്ക് പോവാൻ നോക്ക്. അവളെ നന്നായിട്ട് ശ്രദ്ധിക്കണം. തരം കിട്ടിയാൽ അവളുടെ നേർക്കായിരിക്കും ഇനിയൊക്കെ. അത് സൂക്ഷിക്കണം. അതെ, കൊണ്ടുവാ. വരൂ അച്ഛമ്മ.